ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി ഇപ്പം വളരെയധികം പ്രാധാന്യമേറി വരികയാണ്. കാരണം എല്ലാ അവയവങ്ങൾക്കും ഇപ്പം ലാപ്രോസ്കോപ്പിക് സർജറി ചോദിക്കുന്ന ഒരു കാലവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലവുമാണ്. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് വെച്ചാൽ ചെറിയ 4 or 5 ദ്വാരങ്ങളിൽ കൂടെ, അതായത് 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ വരുന്ന ദ്വാരങ്ങളിലൂടെ ക്യാമറ കടത്തി ഇൻഫെക്ഷൻ ആയിട്ടുള്ളയോ അഥവാ ട്യൂമറുള്ള ആ ഒരു അവയവം നമ്മൾ കണ്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഞരമ്പും അതിൻ്റെ വേരും എല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ദ്വാരങ്ങളിൽ കൂടെ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ കീഹോൾ സർജറിയിലോ ലാപ്രോസ്കോപ്പിക് സർജറിയിലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ദ്വാരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞ് 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റിരിക്കാനും നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് കയറാനും ഫുഡ് കഴിക്കാനും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ തിരിച്ച് പോകാനും ഉടനടി ജോലിക്ക് കയറാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി തീർച്ചയായും ഒരു വളരെയധികം ബെനിഫിഷ്യലാണ് ഫോർ എനി പേഴ്സൺ. അതിപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ആർക്കായാലും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ തന്നെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്.